ഈ ചോദ്യം ചോദിച്ചത് LDC 2017 ട്രിവാൻഡ്രത്തിനും മലപ്പുറത്തിനുമാണ്. അതായത് വൈറ്റമിൻ എ. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവും വൈറ്റമിൻ എ ആണ്. നമ്മുടെ കണ്ണിൽ കളറുള്ള ഭാഗമില്ലേ, അതായത് ചിലർക്ക് ഈ പറയുന്ന ബ്രൗൺ ഐസ് അല്ലെങ്കിൽ ബ്ലൂ ഐസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഐറിസിൻ്റെ കളർ വെച്ചിട്ടാണ്. ഈ ഐറിസിന് കളർ കൊടുക്കുന്ന വസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്ന വസ്തു. SCERT ഫാക്ട്സ് എന്ന് പറയുമ്പോൾ SCERTയുടെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കണ്ണുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഇത് കണ്ണുനീരിലെ എൻസൈം ഏതാണ് എന്ന് ചോദിച്ച് തന്നെ കുറേ പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. ചുവപ്പും പച്ചയും നിറങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിച്ചറിയാൻ പറ്റൂല. ഇവർക്ക് കാണാൻ പറ്റുന്ന ഒരു നിറമാണ് നീല എന്ന് പറയുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ്. കണ്ണിനെക്കുറിച്ച് കഴിഞ്ഞ 10 വർഷത്തോളം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത SCERT ഫാക്ട്സുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ണെന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ബയോളജിയിലെ മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ 5 മുതൽ 10 വരെയുള്ള SCERT പുസ്തകത്തിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇപ്പം വരാൻ പോകുന്ന LGS മെയിൻസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എക്സൈസിൻ്റെ ആണെങ്കിലും എല്ലാ പരീക്ഷകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ടോപ്പിക്കിൻ്റെ സ്റ്റഡി നോട്ട്സും ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കണ്ണിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസും അതേപോലെ ഫാക്ട്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കണ്ണിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ട് കണ്ണിൽ 3 ലെയേഴ്സ് ആണുള്ളത്. ഈ 3 ലെയേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്ന സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. ഇതാണ് കണ്ണിലെ പ്രധാനപ്പെട്ട 3 ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ലെയേഴ്സിനും കൃത്യമായ ഫങ്ഷൻസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്ക്ലീറ എന്ന് പറഞ്ഞാൽ കണ്ണിന് ആകൃതി നൽകുന്ന ലെയറാണ് ഏതെന്ന് പറയുന്നത്, സ്ക്ലീറ എന്ന് പറയുന്നത്. കോറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് പോഷണവും അതേപോലെ തന്നെ ഓക്സിജനും നൽകുന്ന ലെയറാണ് കോറോയിഡ്. ഇനി റെറ്റിന എന്ന് പറഞ്ഞാൽ കാഴ്ച എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് നൽകുന്നത് ഏത് ലെയറാണ്, റെറ്റിന എന്ന് പറയുന്ന ലെയറാണ്. അപ്പോൾ ഈ സ്ക്ലീറയുടെ മലയാളത്തിൽ പറയുന്ന പേരാണ് ദൃഢപടലം. അപ്പം നമുക്കറിയാം ദൃഢമായിട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ, അതിന് പെർമനൻ്റ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക, എന്ത് സ്ക്ലീറ എന്ന് പറയുന്നത് കണ്ണിന് ആകൃതി നൽകുന്നു, അതിന് കൃത്യമായ ഒരു ആകൃതി ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സ്ക്ലീറ എന്ന് പറയുന്നതാണ് കണ്ണിന് ആകൃതി നൽകുന്ന ലെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കോറോയിഡ്, ഇതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് രക്തപടലം. നമുക്കറിയാം നമ്മുടെ ഓക്സിജനും പോഷനും ഒക്കെ വഹിക്കുന്നത് ആരാണ്, രക്തമാണെന്നറിയാം. അപ്പോൾ ഈ ഓക്സിജനും പോഷനും ഒക്കെ കണ്ണിന് നൽകുന്ന പടലമാണ് ഏതെന്ന് പറയുന്നത്, രക്തപടലം എന്ന് പറയുന്നത്. ഇത് റെറ്റിന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച സാധ്യമാക്കുക എന്നുള്ളതാണ് ഏത് ലെയറിൻ്റെ ഫംഗ്ഷൻ, റെറ്റിനയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇനി നമ്മുടെ കണ്ണിലേക്ക് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് കോർണിയ എന്നറിയപ്പെടുന്നത്. കോർണിയ അതായത് കണ്ണിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്ന കണ്ണിലെ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർണിയ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണുന്നത് ഈ ഒരു സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്യൂപ്പിൾ അഡ്ജസ്റ്റ് ചെയ്താണ് കണ്ണിലേക്ക് വെളിച്ചം കടത്തിവിടുന്നത്. അപ്പം ഈ പ്യൂപ്പിൾ വഴി എന്ത് ചെയ്യും, ലെൻസിലേക്ക് പ്രകാശം വന്ന് പതിക്കും. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ആൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുക, ഇയാളെ തട്ടി പ്രകാശം നമ്മുടെ കണ്ണിലെ ലെൻസിൽ വന്ന് പതിക്കുന്നു. അപ്പോൾ ഈ ലെൻസിൽ വരുന്ന ഈ ഒരു വെളിച്ചത്തെ അല്ലെങ്കിൽ റേസിനെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണ്, അതിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ രശ്മികളെ ഒരു പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും, ഇതുപോലെ. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെ സംവ്രജന ലെൻസ് അല്ലെങ്കിൽ കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് ഏത് ലെൻസിനെയാണ്, കോൺവെക്സ് ലെൻസിനെയാണ്. കോൺവെക്സ് ലെൻസ് തന്നെയാണ് നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ ഈ 2 പ്രകാശരശ്മിയെയും ഡയറക്റ്റ് ചെയ്ത് ഈ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും, നമ്മുടെ റെറ്റിനയിൽ കൊണ്ട് എത്തിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്, കാഴ്ച എന്ന് പറയുന്ന അവസ്ഥ സാധ്യമാകുന്നത്. ഇവിടെ റെറ്റിനയെ കൊണ്ടുവരുമ്പോൾ ഇവിടെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളെന്നും പറഞ്ഞ് 2 കോശങ്ങളുണ്ട്.
ഇതിൽ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന കോശങ്ങളും നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത കോശങ്ങളും ഉണ്ട്. നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ഇമേജിനുള്ള കളറിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ഈ ഇമേജിൻ്റെ മെസ്സേജുമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് നേരെ ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇമേജിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഉണ്ടാകുന്ന ഇമേജ് യഥാർത്ഥവും എന്നാൽ തലകീഴായതുമായിരിക്കും. അതായത് നമ്മളൊരു വ്യക്തി നേരെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നത് അയാൾ തല തിരിഞ്ഞ് നിൽക്കുന്നതായിട്ടായിരിക്കും, അതായത് തല കീഴെ നിൽക്കുന്നതായിട്ടായിരിക്കും. അപ്പം ഈ ഒരു ഉണ്ടാകുന്ന ഇമേജിനെയും കൊണ്ട് നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് എന്ത് ചെയ്യും, ബ്രെയിനിലേക്ക് പോകും. അവിടെ ചെന്ന് കോർഡിനേഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് കാഴ്ച പോസിബിൾ ആകുന്ന ആൾ നേരെ നിൽക്കുന്നതായിട്ടായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ഒരാളെ കാണുമ്പം ആദ്യം തല കീഴെ നിൽക്കുന്ന കണ്ടിട്ട് പിന്നെ അല്ലല്ലോ നേരെയായിട്ട് കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു സെക്കൻഡ് പോലും എടുക്കാതെയാണ്. അതായത് ഒരു സെക്കൻഡിൻ്റെ ഒരു ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്, ആൾ നേരെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അയാളിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ കണ്ണിൽ വന്ന് തട്ടി ലെൻസ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്ത് ഈ ഇമേജും കൊണ്ട് ഒപ്റ്റിക്കൽ നെർവ് ബ്രെയിനിലെത്തി അവിടെ ചെന്നത് കോർഡിനേറ്റ് ചെയ്ത് തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ആ ഒരവസ്ഥ സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കണ്ണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു ഐറിസ് ഉണ്ട്. ഓക്കെ, കണ്ണിൽ ഐറിസ് ഉണ്ട്. ഈ ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കളറുള്ള ഭാഗമില്ലേ, അതായത് ചിലർക്ക് ഈ പറയുന്ന ബ്രൗൺ ഐസ് അല്ലെങ്കിൽ ബ്ലൂ ഐസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഐറിസിൻ്റെ കളർ വെച്ചിട്ടാണ്. ഈ ഐറിസിന് കളർ കൊടുക്കുന്ന വസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്ന വസ്തു. ഓക്കെ, ഇനിയുള്ളത് സീലിയറി മസിലാണ്. സീലിയറി മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെൻസ് ചിലപ്പോൾ വികസിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഇത് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിനെ സഹായിക്കുന്ന മസിലാണ് സീലിയറി മസിൽ എന്ന് പറയുന്നത്. സീലിയറി മസിൽ. അപ്പോൾ കണ്ണിലുണ്ടാകുന്ന ഇമേജസിനനുസരിച്ച് ഇപ്പോൾ ദൂരെ നമ്മൾ പല സ്ഥലത്ത് പല ദൂരത്തുള്ള ഇമേജസിനെയാണ് കാണുന്നല്ലേ, ഒരേ ദൂരത്തല്ലല്ലോ എപ്പോഴും കാണുന്ന വസ്തുക്കൾ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ണിൽ പതിയണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജ് എന്ത് ചെയ്യണം, കറക്റ്റ് റെറ്റിനയിൽ തന്നെ പതിപ്പിക്കണം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ലെൻസ് എന്ത് ചെയ്യും, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് സഹായിക്കുന്ന മസിൽസാണ് സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ക്ലീറയാണ് നമ്മൾ ഈ കാണുന്ന വെളുത്ത കളറിലുള്ള ഭാഗം. നമ്മുടെ കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഔട്ടർ ലെയർ സ്ക്ലീറയാണ്. നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വെളുത്ത ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണ്ണിനെക്കുറിച്ചുള്ള മെയിനായിട്ടുള്ള കണ്ണിൻ്റെ ഫങ്ഷനും കണ്ണിന് ഇമ്പോർട്ടൻ്റ് പാർട്സും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അതായത് ഈ അടുത്ത് നടന്ന ഖാദി ബോർഡ് LDCക്ക് ചോദിച്ച ചോദ്യമാണ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര് എന്നുള്ളത്. വർണ്ണാന്തത ബാധിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാമായിരുന്നു. നമ്മുടെ അറ്റോമിക് തിയറി ഒക്കെ കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടൺ ആണെന്നുള്ളത്. പക്ഷേ വർണ്ണാന്തത കണ്ടുപിടിച്ചതും ഇദ്ദേഹം തന്നെയാണെന്നുള്ളത് കൂടുതൽ പേർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം വർണ്ണാന്തത കണ്ടുപിടിച്ച വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ്. ഇദ്ദേഹത്തിന് കളർ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്, ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ടാണ് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് പറയുന്നത്. അപ്പം വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും വർണ്ണാന്തത ബാധിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാലും അതിനുത്തരം ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, ഇനി വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ ആധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. നമ്മൾ വിറ്റാമിൻ പഠിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞായിരുന്നു. വിറ്റാമിൻ എ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞത് തന്നെ എന്തായിരുന്നു, ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ എന്നായിരുന്നു. കാരണം വിറ്റാമിൻ എ എന്ത് ചെയ്യും, സിറോഫ്താൽമിയെ പ്രതിരോധിക്കും. സിറോഫ്താൽമിയ. അപ്പം ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കുന്നത് കൊണ്ട് തന്നെ വിറ്റാമിൻ എ അറിയപ്പെടുന്നത് ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ എന്നാണ്. ഇനി കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ ആണ്. കണ്ണുമായി ബന്ധപ്പെട്ട ജീവകം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, ജീവകം എ ആയിരിക്കും. അപ്പം വർണ്ണാന്തത കണ്ടുപിടിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ചോദിച്ചാലും അതാരാണ്, ജോൺ ഡാൾട്ടൺ ആണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ വരണ്ടും അധാര്യമായി തീരുന്നതും പിന്നീട് അന്ധതയിലേക്ക് നയിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് സിറോഫ്താൽമിയ.
വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ. അടുത്തൊരു ചോദ്യമായിരുന്നു, സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ എന്നായിരുന്നു ചോദിച്ചത്. അപ്പം ഈ ഒരു ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായിട്ടാണ് ചോദിച്ചത്. അതായത് കോർണിയ വളർച്ച തടയുന്നതിന്, തിമിരബാധ തടയുന്നതിന്, ഗ്ലൂക്കോമ തടയുന്നതിന്, അതേപോലെ തന്നെ നിശാന്തത തടയുന്നതിന്. ഇതായിരുന്നു 4 പോയിന്റ് തന്നെ. ഇത് 4ഉം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമുക്കിത് കാണുമ്പം ഏതാ ഉത്തരവെന്ന് അറിയാതെ വരും. അതായത് ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം 1ഉം 4ഉമായിരുന്നു. കോർണിയയുടെ വരൾച്ച തടയുന്നതിനും അതേപോലെ നിശാന്തത തടയുന്നതിനും. നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയിൽ സാധാരണ ആൾക്കാർക്കുള്ള പോലെ കാഴ്ചയില്ലാതെ ആകുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് നിശാന്തത. അതായത് കറക്റ്റായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റാത്ത, രാത്രി കാലങ്ങളിൽ നല്ല വ്യക്തത ഇല്ലാത്ത കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, യഥാർത്ഥമായതായിരിക്കും. അതേപോലെ തന്നെ തല കീഴേ ആയിരിക്കും. ഒരാളെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റെറ്റിനെ ഫോം ചെയ്യുന്നത് അയാൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടായിരിക്കും. ഇത് യഥാർത്ഥവും തല കീഴായതും ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാണ് ഈ ഇമേജിന് പറയുന്ന പേര്. അപ്പോൾ നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രത്യേകത ഉദ്ദേശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർണിയ വരൾച്ച തടയാനും അതേപോലെ തന്നെ നിശാന്തത തടയാനും വേണ്ടിയിട്ടാണ്. ഇനി വിഷൻ 2020 ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ചോദിച്ചത് 2021 LDCക്ക് ചോദിച്ച ചോദ്യമാണ്. വിഷൻ 2020 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് അന്ധതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര അന്ധത നിവാരണ ഏജൻസിയും ചേർന്ന് നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത് വിഷൻ 2020 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2021 LDC ചോദിച്ച ചോദ്യമാണ്. ഈ പ്രോഗ്രാം നടത്തിയത് 2020 അതുകൊണ്ടാണ് അത് കറണ്ട് അഫെയർ വഴി അത് റെലവൻ്റ് ആയിരുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ചത്. ഇനി മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിനാണ് തിമിരം എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ കാറ്ററാക്ട് എന്ന് പറയും. കാറ്ററാക്ട് അതായത് തിമിരം. കണ്ണിലെ ലെൻസിൽ ഈ പറയുന്ന പോലെ പ്രകാശം പതിക്കുന്നത് കൊണ്ടാണ് എന്ത് റെറ്റിനയിൽ കറക്റ്റായിട്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ലെൻസ് പ്രകാശം കടത്തി വിടാതാകുന്ന ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് തിമിരം എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ലെൻസ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ഇത് വേറൊരു രീതിയിലാണ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടു. ഈ ചോദ്യം ചോദിച്ചത് LDC 2017 ട്രിവാൻഡ്രത്തിനും മലപ്പുറത്തിനുമാണ്. അതായത് വൈറ്റമിൻ എ. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരവും വൈറ്റമിൻ എ ആണ്. 2 രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ പ്രഷർ കൂടുന്നത് കാരണം കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പം ഗ്ലോക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ അത് കണ്ണാണ്. ഇനി കണ്ണിനെയും കാഴ്ചയെയും സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖയാണ് ഒഫ്താൽമോളജി. കണ്ണിനെയും കാഴ്ചയെയും സംബന്ധിച്ച ശാസ്ത്രീയ പഠനശാഖയാണ് ഒഫ്താൽമോളജി. അപ്പം നമ്മൾ കാണുന്ന കണ്ണ് ഡോക്ടറിനെ നമുക്ക് വിളിക്കുന്ന പേരെന്തായിരിക്കും? ഒപ്താൽമോളജിസ്റ്റ്. എന്താണ്? ഒപ്താൽമോളജിസ്റ്റ്. കണ്ണ് ഡോക്ടർമാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്താൽമോളജിസ്റ്റ്. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണെന്നുള്ളത് LDC 2011 ചോദിച്ച ചോദ്യമാണ്. ആലപ്പുഴ ജില്ലയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 1976. അപ്പം മേ ബി ഇനി വരുന്ന എക്സാംസിനും ഇതുപോലത്തെ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അന്ധത നിവാരണ പദ്ധതി, ദേശീയ അന്ധത നിവാരണ പദ്ധതി ഏത് വർഷമാണ്? 1976. ഇനി നമുക്ക് SCERT ഫാക്ട്സ് നോക്കാം. SCERT ഫാക്ട്സ് എന്ന് പറയുമ്പോൾ SCERTയുടെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കണ്ണുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴികൾ അറിയപ്പെടുന്ന പേരാണ് നേത്രകോടരം. നമ്മുടെ തലയോട്ടിയിൽ കണ്ണിനിരിക്കാൻ ഒരു കുഴിയില്ലേ? തലയോട്ടി മാത്രമായിട്ട് കാണുമ്പോൾ കാണാൻ 2 കുഴികളല്ലേ? ആ ഒരു കുഴിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് നേത്രകോടരം.
ഇനി കണ്ണുകളെ നേത്രഗോളത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന പേശികളാണ് ബാഹ്യ കൺപേശികൾ. ബാഹ്യ കൺപേശികൾ. ഇനി നേത്രഗോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത് കൺജങ്ക്റ്റൈവയാണ്. കൺജങ്ക്റ്റൈവ. ഈ കൺജങ്ക്റ്റൈവയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയാണ് നമ്മുടെ കൺജങ്ക്റ്റൈറ്റിവിസ്. കൺജങ്ക്റ്റൈറ്റിവിസ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ഇനി കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് എന്താണ്? കണ്ണുനീരാണ്. കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുന്നതും നനവുള്ളതാക്കി വെക്കുന്നതും എന്താണ്? കണ്ണുനീരാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന കണ്ണുനീരിലെ എൻസൈമാണ് ലൈസോസൈം. ഇത് കണ്ണുനീരിലെ എൻസൈം ഏതാണ് എന്ന് ചോദിച്ച് തന്നെ കുറേ പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന കണ്ണുനീരിലെ എൻസൈമാണ് ഏതെന്ന് പറയുന്നത് ലൈസോസൈം. ലൈസോസൈം എന്ന എൻസൈം. മറന്നു പോകരുത്, ഇത് ഒരുപാട് വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ലൈസോസൈം. ഓക്കെ, ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു കണ്ണിൽ പ്രധാനമായിട്ടും 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അപ്പോൾ ഈ യോജകകലകളാൽ നിർമ്മിതമായ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ഏതെന്ന് പറയുന്നത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. അപ്പോൾ ഈ യോജക കലകളാൽ നിർമ്മിതമായ കണ്ണിന് ദൃഢത നൽകുന്ന അവിടെ തന്നെയുണ്ട് എന്ത്? ദൃഢപടലം. നമുക്ക് കണക്ട് ചെയ്തിടാം. എന്താണ് കണ്ണിന് ദൃഢത നൽകുന്ന ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. ഇനി രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി രക്തപടലം. രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് രക്തപടലം. അതും നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ദൃഷ്ടിപടലം. അപ്പോൾ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലം. ഇനി ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. ഏതാണ്? കോർണിയ. അപ്പൊ ദൃഢപടലത്തിന്റെ അതായത് സ്ക്ലീറയുടെ മുൻഭാഗത്തുള്ള ട്രാൻസ്പെറന്റ്, ഞാൻ പറഞ്ഞു കണ്ണിലേക്ക് പ്രകാശം കടത്തിവിടുന്ന കണ്ണിന്റെ ആദ്യ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുതാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്തെ കടത്തിവിടുന്ന വസ്തുവിനെയാണ് നമ്മൾ സുതാര്യ വസ്തു എന്ന് പറയുന്നത്. അപ്പം സുതാര്യമായ കണ്ണിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കോർണിയ. ഇനി പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏത് തന്നെയാണ്? കോർണിയ തന്നെ ആണ്. ഇനി ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ നമ്മൾ നേരത്തെയും പറഞ്ഞു കൺജങ്ക്റ്റൈവയെ കുറിച്ച്. ഇനി ദൃഢപടലത്തിന്റെ ഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ കോർണിയയും അതേപോലെ തന്നെ കൺജങ്ക്റ്റൈവയാണ്. അപ്പോൾ കൺജങ്ക്റ്റൈവ എന്താണ്? നമ്മുടെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഇനി ദൃഢപടലത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? അതിനകത്ത് കോർണിയയും കൺജങ്ക്റ്റൈവയും മാത്രമേ വരുന്നുള്ളൂ. ഏതെന്ന് പറയുന്നത് ദൃഢപടലത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ രക്തപടലത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഐറിസ് വരുന്നുണ്ട്, പ്യൂപ്പിൾ വരുന്നുണ്ട്, ലെൻസ് വരുന്നുണ്ട്, സീലിയറി പേശികളും വരുന്നുണ്ട്. ഓക്കെ, അപ്പം കണ്ണ് വെളിച്ചം കോർണിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നാണ് എന്തിനകത്ത് വരുന്നത്? രക്തപടലം എന്ന് പറയുന്ന ആ ഒരു ലെയറിനകത്ത് അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഐറിസ്, പ്യൂപ്പിള്, ലെൻസ്, സീലിയറി പേശികൾ. ഓക്കെ, ഇനി ഐറിസിൻ്റെ ഇരുണ്ട നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് മെലാനിൻ. ഞാൻ നേരത്തെയും പറഞ്ഞു കണ്ണിന് നമ്മുടെ ഈ പറയുന്ന ബ്രൗൺ കളർ അല്ലെ ബ്ലൂ കളർ അല്ലെ ഗ്രീൻ കളർ എന്നുള്ള കളേഴ്സ് നൽകുന്നത് ഏത് ഫാക്ടറാണ് അല്ലെങ്കിൽ ഏത് വസ്തുവാണ്? മെലാനിൻ എന്ന് പറയുന്ന വസ്തുവാണ്. ഇനി ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം അറിയപ്പെടുന്നത് പ്യൂപ്പിൾ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം അറിയപ്പെടുന്നതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ണിലിൻ്റെ അകത്തേക്ക് പോകുന്ന പ്രകാശത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് എത്ര പ്രകാശം പോകണം, പ്യൂപ്പിള് ചുരുങ്ങുകയും അതേപോലെ വികസിക്കുകയും ചെയ്യും. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? കണ്ണിലേക്ക് പ്രകാശം കടന്നു പോകുന്നത്. ഇനി കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് റെറ്റിന. റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന എവിടെയാണ്? ദൃഷ്ടിപടലത്തിലാണ്. ദൃഷ്ടിപടലം.
ഇനി റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് ആദ്യം ചോദ്യമായിട്ട് ചോദിച്ചത്. യഥാർത്ഥവും തലകീഴായതും. ഇത് SCRT പോയിന്റ് തന്നെയായിരുന്നു അന്നേരം ചോദ്യമായിട്ട് ചോദിച്ചത്. ഇനി രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നു. ഈ ബൈനോക്കുലർ വിഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. അതായത് രണ്ട് കണ്ണിൽ നിന്നും ഒരേ സമയം ഇമേജ് ഉണ്ടാകുന്നതുകൊണ്ട് വസ്തുവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. അതായത് വസ്തുക്കൾ എത്ര അകലത്തിലാണ്, ഏത് സ്ഥാനത്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും. ഇനി ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മരയോന്തെന്ന് പറയുന്നത്. മരയോന്ത്. അപ്പോൾ ഈ യഥാർത്ഥവും തലകീഴായതുമായ ഇമേജ് എവിടെയാണ് പതിയുന്നത്? റെറ്റിനയിലാണ് പതിയുന്നത്. ആ ഇമേജാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഒരു മരം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ റെറ്റിനയിൽ അത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ആദ്യമേ ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് ബ്രെയിനിൻ്റെ കോർഡിനേഷന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മരത്തെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പം ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? അത് മരയോന്താണ്. ഇനി കണ്ണിലെ ലെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്, സംവ്രജന ലെൻസ് ആണ്. ഇതാണ് കോൺവെക്സ് ലെൻസ്. നമുക്ക് കോൺകേവ് ലെൻസ് എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും എന്തെന്ന് പറയുന്നത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇതിങ്ങനെ ഓർത്തിരിക്കുക. അത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് പോലായില്ലേ? അപ്പം കോൺവെക്സ് ലെൻസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. ഇനി തെറ്റിപ്പോരുത്, കോൺവെക്സ് ലെൻസ്. ബൈ കോൺവെക്സ് ലെൻസ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഇനി ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ അറിയപ്പെടുന്നതാണ് സീലിയറി പേശികൾ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ലെൻസിൻ്റെ വക്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സീലിയറി പേശികൾ എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. ഈ സ്പോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്പോട്ടിലാണ് നമ്മുടെ ഇമേജ് വന്ന് വീഴുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതായത് പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് റെറ്റിനൽ ഇമേജ് വന്ന് വീഴുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇനി പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലാണ്. ഇനി പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ച സാധ്യമല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്ന ബ്ലൈൻഡ് സ്പോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാഴ്ച എന്ത് ചെയ്യില്ല, കിട്ടത്തില്ല. ഏത് ഇമേജ് ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ വസ്തു കാണാൻ പറ്റത്തില്ല എന്ന് പറയാം. അതായത് ബ്ലൈൻഡ് സ്പോട്ടിലാണ് ഇമേജ് വീഴുന്നത്, അല്ലെ റെറ്റിന ഇമേജ് ഫോം ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് കാഴ്ച സാധ്യമാകില്ല. ഇനി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. ഈ നേത്രനാഡിയാണ് നമ്മളിവിടെ കണ്ട ഒപ്റ്റിക്കൽ നെർവ്സ്. ഇതിവിടെ നേരെ ബ്രെയിനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം കണ്ണിൽ രണ്ട് ദ്രവങ്ങൾ കൂടിയുണ്ട്. ആ ദ്രവങ്ങളിൽ ഒന്നാണ് അക്വസ് ദ്രവവും രണ്ടാമത്തത് വിട്രിയസ് ദ്രവവും. ഈ രണ്ട് ദ്രവത്തിനും അതിൻ്റെതായ ഫങ്ഷൻസും ഉണ്ട്. അപ്പം കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് ഏതെന്ന് പറയുന്നത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പം കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് ദ്രവം. ഇനി അടുത്തതൊരു ദ്രവം കൂടിയുണ്ട്, അതാണ് വിട്രിയസ് ദ്രവം. ഓക്കെ, അത് വരുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. വിട്രിയസ് ദ്രവം നമ്മൾ കാൽസ്യം എന്നൊക്കെ ചുമ്മാ എഴുതുമ്പോൾ CAL എന്ന് എഴുതാറുണ്ടല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലിനെ അറിയാം. അതായത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ളത് വിട്രിയസ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആരുടെ ജോലിയാണ്? അക്വസ് ദ്രവത്തിൻ്റെ ജോലിയാണ്. ഓക്കെ, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവത്തിൻ്റെ ജോലിയാണ്. ഇനി ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് ഏതെന്ന് പറയുന്നത്? വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ ഇവിടെ അക്വസും ഇവിടെ വിട്രിയസുമാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ആദ്യമേ കണ്ണിലേക്ക് ആദ്യം വരുമ്പം ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? A ആണ്. അപ്പോൾ ആദ്യം വരുമ്പോഴേ A ഉള്ള അറയാണ്, അക്വസ് ദ്രവമുള്ള അറയാണ്. അതായത് അക്വസ് ദ്രവമാണ്, അക്വസ് അറയാണ് ആദ്യമുള്ളത്. രണ്ടാമത് വരുമ്പം വിട്രിയസ് ദ്രവമാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക.
ഇനി കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ഏത് ദ്രവമാണ്? വിട്രിയസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവമാണ് കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിട്രിയസ് ദ്രവമാണ്. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഐറിസിലെ പേശികൾ വലയ പേശിയും റേഡിയൽ പേശിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ണിൽ ഒരു ഇമേജ് ഫോം, ഇപ്പം നമ്മൾ നല്ല വെളിച്ചത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ കണ്ണ് ചുരുങ്ങും. അതായത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ വെളിച്ചം മാത്രമേ നമ്മൾ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടത്തുള്ളൂ. എന്നാൽ നമ്മളൊരു ഇരുണ്ട വെളിച്ചത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് വെച്ചോ, അപ്പം നമ്മുടെ പ്യൂപ്പിൾ വികസിക്കും. അതായത് മാക്സിമം ലൈറ്റ് അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ട് കാണുന്ന വസ്തുവിനെ വ്യക്തമായി കാണിക്കാനായിട്ട് പ്യൂപ്പിൾ എന്ത് ചെയ്യും? വികസിക്കും. അപ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ ഇങ്ങനെ പ്യൂപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അതായത് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് പേശികളാണ് വലയ പേശികളും റേഡിയൽ പേശികളും. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ കാരണം റേഡിയൽ പേശികളുടെ സങ്കോചമാണ്. റേഡിയൽ പേശികളുടെ സങ്കോചം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നത്? വികസിക്കുന്നത്. തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങാൻ കാരണം വലയ പേശികളുടെ സങ്കോചമാണ്. ഇത് വേണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ തിരിച്ച്. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ കാരണം വലയ പേശികളുടെ സങ്കോചമാണ്. ശരിയോ തെറ്റോ? അല്ലെങ്കിൽ ഇനി തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങാൻ കാരണം വലയ പേശികളുടെ വികസനമാണ്, അല്ലെ റേഡിയൽ പേശികളുടെ സങ്കോചമാണ്. ശരിയോ തെറ്റോ? എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ കാരണം റേഡിയൽ പേശികളുടെ സങ്കോചമാണെന്ന് ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ കാരണം റേഡിയൽ പേശികളുടെ സങ്കോചമാണ്. ഇനി റെറ്റിനയിലെ പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. നമ്മൾ കാണുന്ന ഇമേജസിൽ പല കളറുകളുണ്ടല്ലേ, അതേപോലെ തന്നെ ഈ പറയുന്ന ചില വസ്തുക്കളിൽ നമ്മൾ കാണുന്നതിനകത്ത് നല്ല കളേഴ്സും കാണത്തില്ല, ഒരു ഇരുണ്ട നിറമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കളേഴ്സിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന റെറ്റിനയിലെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അപ്പോൾ നമുക്കിനി റോഡ് കോശങ്ങളെയും കോൺ കോശങ്ങളെയും കുറിച്ച് പഠിക്കാം. ഈ റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ. കോൺ കോശങ്ങളിൽ ഒരു വർണ്ണകം അടങ്ങിയിട്ടുണ്ട്, അതാണ് ഏതെന്ന് പറയുന്നത്? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. അയഡോപ്സിൻ എന്നോ ഫോട്ടോപ്സിനോ എന്നോ പറഞ്ഞാലും രണ്ടും കറക്റ്റാണ്. അപ്പോൾ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാണ്? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്, കളറൊക്കെ റിസീവ് ചെയ്യുന്നത് ആരായിരിക്കും? കോൺ കോശങ്ങളായിരിക്കും. അപ്പോൾ നമുക്കിത് ഓർത്ത് വയ്ക്കാനായിട്ട് പറയാം. ഈ പറയുന്ന ഇരുണ്ട വെളിച്ചത്തിലൊക്കെ ഉള്ള കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നത് റോഡ് കോശങ്ങളാണ്. അപ്പോൾ നമ്മളൊരു രാത്രിയിൽ റോഡിലിറങ്ങി നടക്കുക എന്ന് ആലോചിക്കുക. രാത്രിയിൽ റോഡിലിറങ്ങി നടക്കുക. അപ്പോൾ രാത്രിയിലെ പ്രകാശം എന്തായിരിക്കും? ഇരുണ്ട പ്രകാശമായിരിക്കും അല്ലേ? അപ്പോൾ ഇരുണ്ട പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന ഏത് കോശങ്ങളാണ്? റോഡ് കോശങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഇനി റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ കൂടുതലാണ്, എണ്ണത്തിൽ കൂടുതലാണ് ഏതെന്ന് പറയുന്നത്? റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഈ റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ. അത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ. ഫോട്ടോപ്സിനും അയഡോപ്സിനും കോൺ കോശങ്ങളിൽ. ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നുണ്ടാകുന്ന വർണ്ണകങ്ങളാണ് ഈ പറയുന്ന റോഡോപ്സിനും ഫോട്ടോപ്സിനും ഒക്കെ. അപ്പോൾ ഇവിടെയാണ് വിറ്റാമിൻ എയുടെ ഇമ്പോർട്ടൻസ്. കണ്ണിലെ കാഴ്ച നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ വിറ്റാമിൻ എ ഉണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്? റെറ്റിനാൽ എന്ന പദാർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളും കൂടെ ചേർന്നാണ് റോഡ് കോശങ്ങളിലെയും കോൺ കോശങ്ങളിലെയും എന്ത് ചെയ്യുന്നത്? വർണ്ണകമായ റോഡോപ്സിനും ഫോട്ടോപ്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്തതാണ് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവാണ് എന്തെന്ന് പറയുന്നത്? സമജ്ഞനക്ഷമത അല്ലെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, പല ദൂരത്തു നിന്നുള്ള വസ്തുക്കളായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു പിക്ചറായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സ്വയമേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇമേജസ് നമ്മുടെ റെറ്റിനയിൽ തന്നെ കൊണ്ട് പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? സമജ്ഞനക്ഷമത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും. ഇനി കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്?
1/16 സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അന്ധരായ ആളുകൾ സഞ്ചരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്ന വടി. വൈറ്റ് കെയിൻ ഇതാണ് സംഭവം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടക്കുമ്പോൾ അവർക്ക് മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനും, ഇനി ഇതും കൊണ്ട് ഇങ്ങനെ ഈ വടി ഉപയോഗിച്ച് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെ കാണുന്നവരും കുറച്ച് കെയർ ചെയ്യുക, അതായത് അന്ധരാണ് അല്ലെ കാഴ്ചയില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് നമുക്കും മനസ്സിലാകാൻ പറ്റും. അപ്പം മുന്നിൽ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വടിയാണ് വൈറ്റ് കെയിൻ. വെളുത്ത വടിയാണ് എന്ന് പറയുന്നത് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു വടി കണ്ടുപിടിച്ച വ്യക്തിയാണ് റിച്ചാർഡി ഹൂവർ. റിച്ചാർഡി ഹൂവർ എന്ന് പറയുന്ന വ്യക്തി. ഇനി അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള ലിപിയാണ് ബ്രെയിൽ ലിപി. അതായത് ഇങ്ങനെയാണ്, അവർ ടച്ച് ചെയ്താണ് അത് സെൻസ് ചെയ്യുന്നത്, ബ്രെയിൽ ലിപി. ഈ ബ്രെയിൽ ലിപി വികസിപ്പിച്ച വ്യക്തിയാണ് ലൂയിസ് ബ്രെയിലി. ലൂയിസ് ബ്രെയിൽ. ലൂയിസ് ബ്രെയിൽ. അപ്പം കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. നമ്മൾ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ട് ഇതുപോലൊരു ചാർട്ട് വായിപ്പിക്കും. അതായത് ഇത് പല സൈസിലുള്ള ലെറ്റേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. ദൂരെ നിന്ന് വായിക്കുമ്പോൾ ഈ ലാസ്റ്റ് ലൈൻ, അതായത് ഈ 11ാമത്തെ ലൈൻ വരെ വളരെ കൃത്യമായി വായിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, നല്ല കാഴ്ചശക്തി ഉണ്ടെന്നാണ് അർത്ഥം അല്ല. ഇതിനിടയ്ക്ക് വെച്ച് നമുക്ക് ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് മെഡിസിനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ണാടിയോ ഒക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ കാഴ്ചശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ്, സ്നെല്ലർ ചാർട്ട് വെച്ചിട്ടാണ്. ഈ സ്നെല്ലർ ചാർട്ട് നമ്മൾ വായിക്കണമെങ്കിൽ അതിനൊരു മിനിമം ദൂരം വേണം. ആ ദൂരമാണ് 6 മീറ്റർ എന്ന് പറയുന്നത്. സ്നെല്ലർ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണമെന്ന് ചോദിച്ചാൽ അത് 6 മീറ്റർ അകലെ നിന്ന് വേണം നമ്മൾ വായിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ കാഴ്ചയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുള്ളൂ. അപ്പം ബ്രെയിൽ ലിപി കണ്ടുപിടിച്ചത് ആരാണ്, ലൂയിസ് ബ്രെയിലാണ്. ഇനി PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കണ്ണുകളെക്കുറിച്ച് ചോദിക്കുന്നത് ഒരു ടോപ്പിക്കാണ് കണ്ണുകളിലെ രോഗങ്ങൾ, കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച്. ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന LDCയുടെ ചോദ്യങ്ങളും ഇപ്പോൾ എല്ലാത്തിനകത്തും ഇത് ചോദിക്കുമെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യപേപ്പറിനകത്തുള്ള കണ്ണിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കി ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട്, അതിനകത്തൊക്കെ കണ്ണിനെക്കുറിച്ച് ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് ഇത്, കണ്ണിനെക്കുറിച്ചുള്ള രോഗങ്ങൾ. ഓക്കെ, അപ്പം മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് നിശാന്തത. നിശാന്തത നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമയിൽ ജഗതിക്കുള്ള അസുഖമാണ്. ജഗതി പറയത്തില്ലേ, രാത്രിയായി എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലെന്ന് ഇവറ്റകൾക്ക് അറിയാവുന്ന ആ അസുഖമാണ് ഏതെന്ന് പറയുന്നത് നിശാന്തത. രാത്രിയിൽ കാഴ്ച വളരെ കുറയുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് നിശാന്തത. ഇനി നിശാന്തതയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ കുറവാണ്. വിറ്റാമിൻ എയുടെ കുറവാണ് എന്ത് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റൈറ്റിസ്. കൺജങ്ക്റ്റൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് നമ്മൾ പറയും. ചെങ്കണ്ണ് അല്ലേ, നമുക്കറിയാമല്ലോ. കണ്ണിൽ എന്ത് വരും, അണുബാധയുണ്ടാകും. കണ്ണിൻ്റെ ഈ ഒരു കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിന് അണുബാധ ഉണ്ടാകുന്ന അസുഖമാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഈ പോയിന്റ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നോ? ഈ പോയിന്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. അതായത് ഇത് SCERT ടെക്സ്റ്റ് അതുപോലെ എടുത്ത് ചോദ്യം ചോദിച്ചതാണ്. ഏതെന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്നുള്ളത് SCERT പോയിന്റ് ആയിരുന്നു. ഒരു മാറ്റവും ഇല്ലാതെ PSC അത് അതുപോലെ എക്സാമിന് ചോദിക്കുകയും ചെയ്തു. ഏതാണ് സിറോഫ്താൽമിയ. അപ്പോൾ ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ എ ആണ്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധത ഈ അസുഖമായിരുന്നു നമ്മുടെ ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്നത്. ചുവപ്പും പച്ചയും നിറങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിച്ചറിയാൻ പറ്റൂല. ഇവർക്ക് കാണാൻ പറ്റുന്ന ഒരു നിറമാണ് നീല എന്ന് പറയുന്നത്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ നീലയും ചുവപ്പും പച്ചയാണല്ലോ. ഇതിനകത്ത് നീല എന്ന് പറയുന്ന കളർ ഇവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുകയും റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശമുണ്ടാകുകയും ചെയ്യുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വസ് ദ്രവം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യുന്ന ഒരു ദ്രവമാണ്
അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റീ അബ്സോർപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കണ്ണിനുള്ളിൽ പ്രഷർ കൂടും. പ്രഷർ കൂടുന്നതോടുകൂടി നമ്മുടെ റെറ്റിനയ്ക്ക്, ഇമേജ് ഫോം ചെയ്യുന്ന റെറ്റിനയ്ക്കും ഈ പറയുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ, അതായത് നമ്മുടെ റോഡ് സെൽസിനും കോൺ സെൽസിനും എന്ത് പറ്റും? നാശം സംഭവിക്കും. ഈ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ, നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ലേസർ ശസ്ത്രക്രിയ ചെയ്യും. എന്ത്? കണ്ണിൽ ഗ്ലോക്കോമ എന്ന് പറയുന്ന ആ ഒരു അസുഖം മാറാനായിട്ട് ലേസർ ശസ്ത്രക്രിയ ചെയ്യും. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്, കാറ്ററാക്ട്. കാറ്ററാക്ട് എന്നറിയപ്പെടുന്നത് കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്നതാണ്. അതാര്യം മീൻസ് ലൈറ്റ് കടത്തിവിടാത്ത ആ ഒരു അവസ്ഥയിൽ എത്തുന്നതിനാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിമിരം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ലെൻസ് മാറ്റി വയ്ക്കൽ. ഇപ്പോൾ ലെൻസ് ഈ പറയുന്ന ട്രാൻസ്പെറൻ്റ് എന്നുള്ള അവസ്ഥ മാറ്റി ഒപ്പേക്കായി, അതായത് വെളിച്ചം കടത്തിവിടുന്ന ആ ഒരു ഇത് മാറി വെളിച്ചം കടത്തിവിടാത്തൊരവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലെൻസ് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എന്തിനു ചെയ്യുന്നത്? തിമിരം എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ലെൻസ് മാറ്റി വയ്ക്കൽ എന്ന് പറയുന്നത്. ഇനി സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അപ്പോൾ തുടർച്ചയായ സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന മൂലം കണ്ണിനുണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ പോയിൻറ്റ്സും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.